പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്കും ലഭിക്കില്ല. ഒരു സ്വതന്ത്രമായ ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. മലപ്പുറം ജില്ല കേരളത്തിലെ ഭീകരന്മാരും തീവ്രവാദികളും ഒക്കെ ജീവിക്കുന്ന ഒരു നിഗൂഢമായ ജില്ല, അല്ലെങ്കിൽ ചില ആളുകളുടെ ഭാഷ പ്രകാരം ഒരു പ്രത്യേക ആളുകളുടെ സംസ്ഥാനം. അതാണ് മലപ്പുറത്തെ പറ്റിയുള്ള പല ആളുകളുടെയും ധാരണ. കേരളത്തിന് പുറത്തുള്ള ആളുകൾ അങ്ങനെ ധരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ തെറ്റിദ്ധാരണയാവാം. ചില ആളുകൾ മലപ്പുറത്തെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുത്ത വിഷയങ്ങളിലെ മിസ്ഇൻഫർമേഷനുകൾ നിറഞ്ഞതുകൊണ്ടാവാം. പലതരത്തിലുള്ള കാരണങ്ങൾ നമുക്കതിന് പിന്നിൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് മനേകാ ഗാന്ധി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്തിൻ്റെ അയൽ ജില്ലയായ പാലക്കാട് ജില്ല, ആ പാലക്കാട് ജില്ലയിൽ അമ്പലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആന പന്നിയെ പിടിക്കാൻ വേണ്ടി വെച്ച പടക്കം അത് പൊട്ടിക്കൊണ്ടൊരു ആന ചെരിയുകയും അതേപോലെ ആന ഗർഭിണിയായിരുന്നു എന്ന വിഷയമൊക്കെ വളരെ വൈറലായിരുന്നു ഇന്ത്യ മൊത്തം. അത് വൈറലാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് പാലക്കാട് ജില്ലയിലാണ് ആ സംഭവം നടന്നത് എന്നല്ല, മറിച്ച് മലപ്പുറം ജില്ലയിലാണ് അത് നടന്നത് എന്നാണ് ഇന്ത്യ ഒട്ടാകെ പ്രചരണമുണ്ടായത്. അത് മനേകാ ഗാന്ധി വളരെ വർഗീയമായി അവതരിപ്പിച്ചിരുന്നു. പല ആളുകളും പല നാഷണൽ മീഡിയകളും വളരെ വർഗീയമായി അതിനെ മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ച് അത് മലപ്പുറം ജില്ലയെ പറ്റി അല്ലാത്തൊരു ന്യൂസ് പോലും മലപ്പുറം എന്ന രീതിയിൽ അവരുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അതിനെ വർഗീയമായി അവതരിപ്പിക്കുന്നതും അവർ വർഗീയമായി കാണുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ഈ അടുത്ത് തമിഴ് ചാനലിലെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു സ്വാമി മലപ്പുറത്തെ പറ്റി പറഞ്ഞത് നമുക്കറിയാം. கேரளாவில் ஒரு டிஸ்ட்ரிக்ட் அந்த மாதிரி இருக்கு, அங்கே இந்துக்களே உள்ள போக முடியாது. என்ன டிஸ்ட்ரிக்ட்னு கேளு. அது மலப்புறம் டிஸ்ட்ரிக்ட். மலப்புறம் நானே இருக்கு சார். இல்லங்க இருக்கு. அவர் மலப்புறம் தானா? சேட்டா அங்க வந்து போக முடியாதா? ആ സ്വാമിയുടെ വിചാരം മലപ്പുറം എന്ന് പറയുന്ന കേരളത്തിലെ ജില്ലയിൽ ഹിന്ദുക്കൾക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അത്രത്തോളം ബയാസ്ഡാണ് ആ വ്യക്തി. മലപ്പുറത്തെ കണ്ടിട്ടില്ല, ഒരു പക്ഷേ കേരളത്തിലേക്ക് പോലും വന്നിട്ടുണ്ടാവില്ല. അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ആളുകൾ അതിൽ മലപ്പുറം സ്വദേശിയുണ്ട്, അതിൽ മലപ്പുറത്തേക്ക് പോയ തമിഴ്നാട്ടുകാരുണ്ട്. അവർ പറയണം ഞങ്ങൾ മലപ്പുറത്തേക്ക് പോയതാണ്. അത്തരം ഒരു സാഹചര്യം അവിടെ ഇല്ല. അപ്പോൾ വളരെ നിഗൂഢമായ ഒരു ജില്ലയായി പുറം സംസ്ഥാനക്കാർ അല്ലെങ്കിൽ പുറം നാട്ടുകാർ കേരളത്തെ അല്ലെങ്കിൽ മലപ്പുറത്തെ കാണുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ പിന്നിലുള്ള കാരണവും നമുക്ക് ഒരു പരിധി വരെ ഉൾക്കൊള്ളാൻ പറ്റും. വളരെ ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്ന, മോശം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇത് അവരുടെ മനസ്സിലേക്ക് ഇട്ട വിഷചിന്തയായിരിക്കാം. എന്നാൽ കേരളത്തിനുള്ളിലെ ആളുകൾ, മലയാളികളായിട്ടുള്ള ആളുകൾ, മലപ്പുറത്ത് വന്ന് സംസാരിക്കുന്ന ആളുകൾ, മലപ്പുറത്തെ അറിയുന്ന ആളുകൾ, അവർ ഈ മലപ്പുറത്തെ വിഷചിന്തയോടുകൂടി വളരെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നതിന് പിന്നിൽ എന്താണ്? അത് വർഗീയതയല്ലാതെ, ആ വർഗീയതയുടെ പലതരത്തിലുള്ള നേട്ടങ്ങളല്ലാതെ മറ്റൊന്നുമല്ല നമുക്ക് കാണാൻ കഴിയും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ വിഷയമല്ല. നമുക്ക് കേരളത്തിൻ്റെ രൂപീകരണം മുതൽ ഈ വിഷയം നമുക്ക് കാണാൻ കഴിയും. കേരളം രൂപീകരിച്ച സമയത്ത് 1957 കേരളത്തിലുണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം എന്ന് പറയുന്നത് 5ആണ്. അത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, മലബാർ, ഈ 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. ശേഷം 2 ജില്ലകൾ കൂടെ മലബാർ എന്ന് പറയുന്ന ജില്ലയെ അതിനെ വിഭജിച്ചുകൊണ്ട് 3 ജില്ലകളാക്കി മാറ്റി. 2 ജില്ലകൾ കൂടി എക്സ്ട്രാ വന്നു. അതിലൊന്ന് കോഴിക്കോട്, 1 പാലക്കാട്, 1 കണ്ണൂരായിരുന്നു. ശേഷം 1958 എറണാകുളം എന്ന് പറയുന്ന ജില്ല അത് തൃശ്ശൂരിൽ നിന്നും കോട്ടയത്തിൽ നിന്നും ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് രൂപീകരിച്ചു. 1969 മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത്. അതിനുശേഷം 1972 ഇടുക്കി, 1980 വയനാട്, 1982 പത്തനംതിട്ട, 1984 കാസർഗോഡ് എന്നീ ജില്ലകൾ രൂപീകൃതമാകുന്നത്. ഇങ്ങനെ 14 ജില്ലകൾ വ്യത്യസ്ത സമയങ്ങളിൽ രൂപീകരിക്കപ്പെട്ട കേരളത്തിൽ പക്ഷേ ഒരൊറ്റ ജില്ല രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് കേരളത്തിൽ പ്രൊട്ടസ്റ്റ് ഉണ്ടായത്, കേരളത്തിൽ സമരങ്ങളുണ്ടായത്. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും വർഗീയവാദികൾ ഉണ്ടാക്കിയ സമരമല്ല. ആ ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെ പറ്റിയിട്ടാണ് അത്തരത്തിൽ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിരുന്നത്, സമരങ്ങൾ ഉണ്ടായിരുന്നത്. വളരെ എക്സ്പ്ലിസിറ്റായിട്ട് മുസ്ലിം പോപ്പുലേഷൻ അവിടെ കൂടും, അത് ചില പ്രത്യേക ആളുകൾക്ക് അവരുടെ വാദങ്ങൾ പ്രചരിപ്പിക്കാനും അവരുടെ രാഷ്ട്രീയമായ മുന്നേറ്റത്തിനും കാരണമാകും എന്ന വാദം കൂടെ ഉൾപ്പെട്ട വിവാദങ്ങളായിരുന്നു. അന്ന് ആ സമരത്തെ നയിക്കുന്നതിൽ, ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ കേരളം വളരെ വളരെ മതേതര മനസ്സോടുകൂടി വായിച്ച പല ആളുകൾ കൂടി ഉണ്ടായിരുന്നു. അതിൽ ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർ ആര്യാടൻ മുഹമ്മദ് ഉണ്ടായിരുന്നു, അതേപോലെ കേളപ്പൻ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ വളരെ പ്രശസ്തരായിട്ടുള്ള മതേതര മുഖത്തോടു കൂടി കേരളത്തിൽ നിൽക്കുന്ന ആളുകൾ പോലും ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഇവർ പോലും ബയാസ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒന്നുകിൽ ഇവർ പോലും ഇസ്ലാമോ ഫോബിക്കാണ്, ബയാസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇവർ പോലും ഇതിൻ്റെ നേട്ടത്തെ ഒരു വർഗീയവൽക്കരിച്ചുകൊണ്ട് മലപ്പുറത്തെയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെയും അവതരിപ്പിക്കുന്നതിൻ്റെ നേട്ടത്തെ ഇവർ പോലും എടുക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഇത് ഇന്ന് വരെ ഒരുപാട് തവണ ആവർത്തിക്കപ്പെട്ട മലപ്പുറത്തിനെതിരെയുള്ള വെറുപ്പ് പ്രചരണം ഇന്ന് വരെ എത്തി നിൽക്കുന്നു.
നമ്മളൊക്കെ പല ആളുകളും കേട്ട വെള്ളാപ്പള്ളി നടേശൻ്റെ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്നുകൂടെ അത് കേൾക്കാം. ആ സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ വളരെ വൃത്തികെട്ട രീതിയിൽ വളരെ വാസ്തവ വിരുദ്ധമാണെന്ന് അയാൾക്ക് പോലും അറിയുന്നൊരു കാര്യത്തെ പറ്റിയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് കേൾക്കാം. നിങ്ങളുടെ പ്രത്യേക ഒരു രാജ്യത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഭയന്ന് ഒക്കെ ജീവിക്കുന്ന ആളല്ല. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? വളരെ ആത്മവിശ്വാസത്തോടുകൂടി വളരെ കോൺഫിഡൻസോടുകൂടി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുകയാണ്, മലപ്പുറം ജില്ലയിലുള്ള ഈഴവർക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് അവർക്ക് സമാധാനത്തോടുകൂടി നല്ല വായു ശ്വസിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കാലം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്ര വർഷമായിട്ടും ആ മലപ്പുറം ജില്ലയിലുള്ള പിന്നോക്ക സമുദായത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന ഈഴവരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഒരിക്കലും അവിടെ മലപ്പുറം ജില്ലയിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. 38 വർഷമായി താൻ ഈ പ്രസ്ഥാനത്തിൻ്റെ SNDPയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. 38 വർഷമായി അദ്ദേഹത്തിന് ഈ തിരിച്ചറിവ് ഉണ്ടാവാൻ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇത്രയും കാലം ഈ ഒരു പ്രശ്നത്തെപ്പറ്റി സംസാരിച്ചില്ല? എന്തുകൊണ്ട് മലപ്പുറം ജില്ലയുടെ SNDP നേതാക്കൾ ഇതുവരെ ഈ പ്രശ്നത്തെപ്പറ്റി പറഞ്ഞില്ല? വളരെ ലളിതമാണ്, വളരെ സിമ്പിളാണ്. തൻ്റെ മകൻ ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശനോ ഈ സമൂഹത്തിനോ അറിയാത്തതല്ല. എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ്, ഏത് വോട്ട് ബാങ്കിന് വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. ഇതുവരെ അറിയാത്ത 38 വർഷമായി തൻ്റെ അറിവിലേക്ക് എത്താത്തൊരു വിഷയം പെട്ടെന്ന് വെള്ളാപ്പള്ളി നടേശന് മനസ്സിലാവുകയാണ്. മലപ്പുറം ജില്ലയിൽ ആർക്കും അവകാശമല്ല, ആർക്കും സ്വന്തമായി അഭിപ്രായം പറയാൻ പറ്റില്ല, ആർക്കും സ്വസ്ഥമായി വായു പോലും ശ്വസിക്കാൻ കഴിയില്ല. ഇതെവിടെ നിന്നാണ് പറയുന്നത്? മറ്റൊരു ജില്ലയിൽ ഇരുന്നു കൊണ്ട് മലപ്പുറത്തെ കുറ്റം പറയാണോ, അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ പ്രശ്നത്തെ പറ്റി പറയാണോ? മലപ്പുറം ജില്ലയിൽ കയറാൻ പറ്റാത്ത ആളാണോ വെള്ളാപ്പള്ളി നടേശൻ? മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ താങ്കൾ ഏതൊരു സമുദായത്തെയാണോ ഭയക്കുന്നത് അതേ സമുദായം തന്നെ ഭൂരിപക്ഷമായുള്ളൊരു സ്ഥലത്തിരുന്ന് ആ സ്ഥലത്ത് നിന്നാണ് ഈ സ്ഥലത്തെ അരാജകത്വത്തെ പറ്റിയിട്ടും അരക്ഷിതാവസ്ഥയെ പറ്റിയിട്ടും അയാൾ പറയുന്നത്. അതിലെ ഏറ്റവും ചെറിയ ഏറ്റവും ലളിതമായ അയുക്തി പോലും അയാൾ പറയുന്ന സംബോധിതർക്കോ മനസ്സിലാവുന്നില്ല എന്നുള്ളത് ഏറെ അത്ഭുതകരമാണ്. ഈ വ്യക്തി പറയുന്ന വർഗീയ പരാമർശങ്ങളോ വർഗീയ പ്രസ്താവനകളോ ആദ്യത്തേതല്ല മലപ്പുറത്തെ പറ്റിയുള്ള ഈ പ്രസ്താവന. മറിച്ച് ഇതിന് മുമ്പ് 8-9 വർഷങ്ങൾക്ക് മുമ്പ് കേരളമെല്ലാം ഒരുമിച്ച് നിന്ന വളരെ സങ്കടത്തോടു കൂടി കണ്ട നൗഷാദ് എന്ന് പറയുന്ന മാൻഹോളിൽ വീണ് അല്ലെങ്കിൽ ചില ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി മരണപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി കേരളം എല്ലാം ഒരുമിച്ച് നിന്ന സമയത്തും അയാൾക്കെതിരെ വർഗീയ പ്രസ്താവന നടത്തിയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് വളരെ വളരെ മോശമായിക്കൊണ്ട് ആ സാഹചര്യത്തെ പോർട്രേ ചെയ്തയാളാണ്. മരിക്കണമെങ്കിൽ ആരായിട്ട് മരിക്കണം? വല്ല അപകടം വന്ന് മരിക്കണമെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കണം. നിങ്ങൾ മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു നൗഷാദ് മരിച്ചുപോയി. ആ നൗഷാദിന് എന്താ കൊടുത്തത്? 10 ലക്ഷം കൊടുത്ത് വീട്ടുകാർക്ക് ജോലിയും കൊടുത്തു. ഇവിടെ ജാതിയില്ല മതമില്ലെന്ന് വളരെ തെളിഞ്ഞില്ലേ? മാത്രമല്ല, ഒരു ക്രിസ്ത്യാനിയാ മുസ്ലിമോ മരിച്ചെങ്കിൽ തിരുവനന്തപുരത്തു നിന്നും മന്ത്രിപ്പടയാണ് അങ്ങോട്ട് ഓടിച്ചെല്ലുന്നത്. 9 വർഷം മുമ്പാണ് ഇത്രമേൽ വർഗീയമായ പ്രസ്താവന വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത്. ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഈ അവസാനത്തെ പ്രസ്താവനക്കൊപ്പം പറയുന്ന മലപ്പുറം ജില്ലയിൽ വളരെ പ്രയാസകരമായ വേറൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം കേൾക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് എന്ത് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കുവാൻ മലപ്പുറത്ത് എവിടെ ഒരു കുടിപ്പള്ളിക്കൂടെ പോലും നടത്തിയ കോളേജ് ഉണ്ട്, അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ എന്തുണ്ട് മലപ്പുറത്ത്? നമുക്ക് തൊഴിലുറപ്പുണ്ടായിരുന്നു, അതിലൊക്കെ നമുക്ക് വളരെ പ്രാതിനിധ്യം. ബാക്കി എന്തിനാണ് നമുക്ക് പ്രാതിനിധ്യം? തൊഴിലുറപ്പ് മാത്രമേ ഈഴവരായിട്ടുള്ള ആളുകൾക്ക് മലപ്പുറം ജില്ലയിലുള്ളൂ. ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ ഒരു ഹൈസ്കൂളോ ഒരു കോളേജോ ഒന്നും മലപ്പുറത്തില്ല എന്നാണ്. അതേ മലപ്പുറത്താണ് ഇതേ വ്യക്തി നയിക്കുന്ന SNDPയുടെ ഒരുപാട് കോളേജുകളുള്ളത്. അതിൽ വളാഞ്ചേരിയുള്ള KRSN കോളേജും അതേപോലെ തന്നെ പെരിന്തൽമണ്ണയിലുള്ള അല്ലെങ്കിൽ ചെറുകരയിലുള്ള SNDP YSS കോളേജും ഒക്കെ അടക്കം ഉൾപ്പെടും. ഇത്രയും കോളേജുകൾ അവിടെ ഉണ്ടെന്ന വ്യക്തമായ അറിവോടുകൂടിയാണ് ഈ വ്യക്തി കളവ് പറയുന്നതാണ്. ഇത്തരത്തിൽ കളവ് പറഞ്ഞുകൊണ്ട് ഒരു നാടിനും
അവിടെ ജീവിക്കുന്ന ആളുകൾക്കുമെതിരെ വിദ്വേഷം പറയുന്ന ആളുകളെ, ഇത്തരം ആളുകളെ കേരളീയ സമൂഹം തിരിച്ചറിയണം എന്നുള്ളതാണ്. ഇത് മലപ്പുറത്തെതിരെയുള്ള പ്രചരണങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. അപ്പോൾ ഇതിനു മുമ്പ് കടകംപള്ളി പറഞ്ഞത് മലപ്പുറത്തിൻ്റെ മനസ്സ് അത് വിദ്വേഷമുള്ളതാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ വർഗീയമാണെന്നുള്ളതാണ്. അതേപോലെ ഇതിനു മുമ്പ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ മലപ്പുറം ജില്ലയിലെ കുട്ടികൾ അവർ A+ വാങ്ങിയതിൽ മുന്നിട്ട് നിന്ന സമയത്ത് VS അച്യുതാനന്ദൻ പറഞ്ഞ കാര്യം അവർ കോപ്പി അടിച്ചാണ് A+ വാങ്ങിയെന്നുള്ളതാണ്. അഥവാ മലപ്പുറത്തിന് എപ്പോഴും സസ്പീഷ്യസ് ആയിട്ട് കാണാൻ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എപ്പോഴും ഒരു സസ്പീഷ്യസ് ആയിട്ട് കാണാൻ, അവർ ഭൂരിപക്ഷമാകുന്ന സമയങ്ങളെയും സാഹചര്യങ്ങളെയും സ്ഥലങ്ങളെയും വളരെ മോശമായി പോർട്രേ ചെയ്യാൻ അതിൽ കേരളത്തിലെ ഒരുപാട് സാംസ്കാരിക നായകർ അല്ലെങ്കിൽ മതേതര നേതാക്കൾ, വലിയ മുന്നേറ്റമുണ്ടാക്കുന്ന ആളുകൾ എന്നൊക്കെ അർത്ഥത്തിൽ മുന്നോട്ട് വരുന്ന പല ആളുകളും അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. വളരെ ലളിതമായി, വളരെ സിമ്പിളായി കേരളത്തിനെ പറ്റിയും മലപ്പുറത്തെ പറ്റിയും പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കും എന്താണ് അവിടെയുള്ള ആളുകളുടെ സ്വഭാവം, ആളുകളുടെ പെരുമാറ്റം, ആളുകളുടെ പ്രവർത്തന രീതി. ചില ആളുകൾ വളരെ വളരെ നിഷ്പക്ഷമായി അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എന്താണ് മലപ്പുറത്തെ പറ്റിയുള്ള അവരുടെ അനുഭവം, അവരുടെ എക്സ്പീരിയൻസ്, അവരെങ്ങനെയാണ് മലപ്പുറത്തെ മനസ്സിലാക്കിയത് എന്ന് പറയുന്ന ചില ക്ലിപ്പുകൾ കേൾക്കാം. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ജീവിച്ചിട്ട് അവിടെ നേടിയെടുക്കാൻ കഴിയാത്ത മാതൃനിർവിശേഷമായ ഒരു സ്നേഹം ഈ മലപ്പുറത്ത് 3 വർഷം കൊണ്ട് എനിക്ക് കിട്ടി. ഇത് ഞാൻ സത്യമായിട്ട് പറയുന്ന കാര്യമാണ്. മലപ്പുറം ജില്ലയിൽ നിങ്ങൾ എവിടെ ആക്സിഡന്റ് ആയിട്ട് കിടന്നാലും നിങ്ങളെ ആശുപത്രിയിൽ എത്തിച്ച് 2 കുപ്പി ബ്ലഡ് തന്നിട്ടേ ഒരു വിടുള്ളൂ. നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ പോസ്റ്റിംഗ് കിട്ടിയ ആരും വേണ്ട നോക്കരുത്. കാരണം മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമാണ്. പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ അവിടുത്തെ മനുഷ്യരെന്ന് പറഞ്ഞാൽ അത്ര സ്നേഹമുള്ള മനുഷ്യർ. ഇത്തരത്തിലാണ് മലപ്പുറം എന്നിരിക്കെ, ഇത്തരത്തിലാണ് അവിടെയുള്ള ആളുകളുടെ പെരുമാറ്റം എന്നിരിക്കെ ഈ വിദ്വേഷ പ്രചാരകരുടെ ലക്ഷ്യം എന്താണ് എന്നത് വളരെ വ്യക്തമാണ്. മുസ്ലിങ്ങൾ ഒരു സ്ഥലത്ത് അധികമായാൽ, അവർ ഭൂരിപക്ഷമായാൽ അവിടെ എന്തോ പ്രശ്നമാണ് എന്നതാണല്ലോ സ്വാഭാവികമായിട്ടും ഇതിലൂടെയുള്ള പ്രചരണങ്ങൾ. അത് ഇന്ത്യയിലെ പല സ്ഥലങ്ങൾക്കെതിരെയും ഈ പ്രചരണം നമുക്ക് കാണാൻ കഴിയും. ഈവൻ അലിഗഡിനെതിരെ പോലും നമുക്ക് ഈ തരത്തിലുള്ള ഒരു പ്രചരണം നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പോർട്രേയിങ് നമുക്ക് കാണാൻ കഴിയും. അവിടെ നമുക്ക് ഒന്ന് സൂം ഔട്ട് ചെയ്തൊന്ന് ലോകത്ത് മുഴുവൻ എടുത്തു നോക്കിയാൽ നമുക്ക് എത്തരത്തിലാണ് ഈ മുസ്ലിങ്ങൾ അധികമായ സ്ഥലങ്ങളിൽ ആളുകൾ ജീവിക്കുന്നത്, എത്തരത്തിലാണ് മറ്റു മതസ്ഥർ അവിടെ ജീവിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണം എടുത്താൽ തന്നെ ഈ ഒരു പ്രചരണത്തിൻ്റെയും ഈ വിദ്വേഷത്തിൻ്റെയും മുനയൊടിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അവിടെ ക്രൈസ്തവരുടെ പല സഭകളുടെയും ആസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ യാക്കോബായ സഭയുടെ ആസ്ഥാനം ഇരിക്കുന്ന ലബനോനിലാണ്. അതേപോലെ കാൽഡിയൻ അഥവാ കൽദായ സഭയുടെ ആസ്ഥാനം ഇരിക്കുന്നത് ബഗ്ദാദിലാണ്. ഇതൊക്കെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. വളരെ സമാധാനപരമായി അവരവിടെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, വളരെ സമാധാനപരമായി നേരത്തെ പറഞ്ഞതുപോലെ ഈ നാട്ടിലെ ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, എല്ലാ ജില്ലകളെപ്പോലെയും മലപ്പുറത്തിനും നന്മകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ഒരു നിഷ്പക്ഷമായ വായന നമുക്ക് കഴിയുമെങ്കിൽ നമുക്ക് ഈ വർഗീയതയെയും ഈ വിദ്വേഷത്തെയും അതിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരകരുടെയും വർഗീയ പ്രഭാഷകരുടെയും വാക്കുകളിൽ വീണുപോകുന്ന, അത് വിശ്വസിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത ബേർഡനുകൾ തലയിലെടുത്തു വെക്കുന്ന, അനാവശ്യമായ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട് അവയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരിക്കലും കേരളീയർ, മലയാളികൾ എത്തരുത്. ഇതുവരെ എത്തിയിട്ടില്ലാത്തതുപോലെ കേരളത്തിൻ്റെ പ്രബുദ്ധതയും കേരളത്തിൻ്റെ മതേതരത്വവും മുന്നോട്ട് ഇതുപോലെ കൊണ്ടുപോകാനും ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.